നമുക്കൊരു ക്യാമ്പിങ്ങിന് പോയാലോ? രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. നക്ഷത്രങ്ങളൊക്കെ കണ്ട് ഒരു രാത്രി ടെന്റിൽ താമസിക്കാൻ അവസരം കിട്ടിയ ആരാ വേണ്ടാന്ന് പറയാ അല്ലേ? പക്ഷെ പോകുന്ന വഴി കുറച്ച് റിസ്കിയാണ്. റിസ്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഡേഞ്ചറസ് റോഡ്സ് ആൻഡ് പാസസ് എടുത്താൽ അതിലെ തന്നെ ടോപ്പ് 10 ലിസ്റ്റിൽ വരുന്നൊരു പാസ്സാണ് കർദുംഗ്ല പാസ്. ഏകദേശം 18,000 ഫീറ്റ് മേലെയുള്ള കർദുംഗ്ല പാസ് കടന്നു വേണം ഈ പറഞ്ഞ ക്യാമ്പിംഗ് ഉള്ള നുബ്ര വാലിയിലേക്ക് നമ്മൾ എത്താൻ. കുട്ടികളെയും കൊണ്ട് ഈ ഹൈറ്റ് ഒരു ചലഞ്ചായിരുന്നെങ്കിലും നല്ലൊരു SUVയും ആ റോഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കതൊരു വലിയ പ്രശ്നമായി തോന്നിയില്ല. ഒബ്വിയസ്ലി ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇതിലും ഹൈറ്റ് കൂടിയ ഒരു മഞ്ഞുമലയാണെന്ന് ഓർത്തപ്പോൾ ഈ ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം ഒന്നും വലിയൊരു ഇഷ്യൂ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ സാഹസികരായ ബൈക്കേഴ്സിനെ കൂടി കണ്ടപ്പോൾ കോൺഫിഡൻസ് കുറച്ച് കൂടി. പിന്നെ മുന്നിലും പിറകിലും ഒക്കെ മിലിറ്ററി വെഹിക്കിൾസിൻ്റെ അകമ്പടി. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഞങ്ങളുടെ എല്ലാവരുടെയും ആദ്യത്തെ സ്നോ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ നിർത്തി എല്ലാം എൻജോയ് ചെയ്താണ് ഞങ്ങൾ പോയത്. ഞാൻ സംസാരിക്കുന്നതിൽ തന്നെ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഐ കൺ ഈവൻ ബ്രീത്ത്. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡിഫറൻസിലും ആദിക്കും അന്യോനും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്സിജൻ സപ്പോർട്ടൊന്നുമില്ല. ഓക്സിജൻ പോലും ഇല്ലാത്ത മഞ്ഞുമലയുടെ മേലെ പോയി ലൈവ് റെക്കോർഡിംഗ് നടത്തി പാളിപ്പോയൊരു ശ്രമമാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഈ റൂട്ടിൽ യാക്സ് വളരെ കോമൺ ആണ്. ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടുത്തെ യാക്കിനും പട്ടിക്കും മാത്രമല്ല പശുവിന് പോലും ഇതുപോലെ നിറയെ രോമങ്ങളുണ്ടാവും. അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിനോട് അവിടെയുള്ള മൃഗങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാവാം. അങ്ങനെ ഏകദേശം ഉച്ചയായപ്പോൾ ഞങ്ങൾ നുബ്ര വാലിയിലെത്തി. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ലഡാക്കിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഇന്നർ ലൈൻ പെർമിറ്റ് വേണം. ഈ പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്തത് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ തന്നെയായിരുന്നു. നമ്മളിവിടെ എവിടെ ട്രാവൽ ചെയ്താലും ഏത് ചെക്ക് പോസ്റ്റ് കിടക്കണമെങ്കിലും ഈ പെർമിറ്റ് നമ്മളോട് അവർ ചോദിക്കും. പക്ഷേ ഇതല്ല, ബിസ്ക്കറ്റ് മൊണാസ്ട്രിയിലേക്കുള്ള എൻട്രി ഫീ കൊടുക്കുന്നതാണിത്. താക്കി ഡ്രസ്സിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തണമെങ്കിൽ അവരുടെ സ്പെഷ്യൽ ഡ്രസ്സായ ഗോഞ്ചായൊക്കെ ഇവിടെ ഒരു 200-250 റുപ്പീസിന് റെൻറ്റിന് കിട്ടും. ഇതാണ് മാനെ. ബുദ്ധിസ്റ്റുകളുടെ പ്രെയർ വീൽസാണിത്. അവിടെ സ്കോപ്പും ബൈനോക്കുലേഴ്സൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ആ വാലിയുടെ എല്ലാ മനോഹരമായ കാഴ്ചകളും നമുക്ക് ആ മലമോളിൽ നിന്ന് കാണാം. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഹുന്ദറിലേക്കാണ്. സാൻഡ് ഡ്യൂൺസും ക്യാമൽ സഫാരിയാണ് ഹുന്ദറിൻ്റെ പ്രത്യേകത. ഈ കാണുന്ന ഡബിൾ ഹം ക്യാമൽസ് ഇന്ത്യയിൽ തന്നെ ലഡാക്കിലെ ഈ നുബ്ര വാലിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ക്യാമൽ സഫാരി നടത്തിയില്ലെങ്കിൽ എങ്ങനെയാ? പെർ ഹെഡ് 500 റുപ്പീസാണ് അവരിതിന് ചാർജ് ചെയ്യുക. അതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നല്ല പിക്ചേഴ്സൊക്കെ എടുത്ത് കുറച്ച് അധിക സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ ടെൻറ്റിലേക്ക്.